എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്സ്റ്റോക്സിൽ ഒരു സ്റ്റോക്ക് എങ്ങനെ സെല്ല് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ചാർജസ് വരും എന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ്. സെല്ല് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ ചാർജസ് വരും എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്കിന്നിവിടെ ഈ വീഡിയോയിൽ നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് അപ്സ്റ്റോക്സ് ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻട്രാഡേ ഡെലിവറി ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണും. അതിനകത്ത് ഡെലിവറി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡെലിവറി വാങ്ങിച്ച സ്റ്റോക്ക് ആണെങ്കിൽ ഡെലിവറി സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ എൻ്റർ 3 ക്യാരക്ടേഴ്സ് ഓഫ് സിമ്പിൾ ഓർ നെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അവിടെ നിങ്ങളുടെ സ്റ്റോക്ക് ഏതാണോ ആ സ്റ്റോക്കിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിയുടെ നമ്പേഴ്സ് കൊടുക്കുക. അപ്പം 100 ആണെങ്കിൽ 100, 120 ആണെങ്കിൽ 120, നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ബൈ പ്രൈസ് എന്ന് കാണാം. അവിടെ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ സ്റ്റോക്ക് വാങ്ങിച്ചത് ആ രൂപ നിങ്ങൾ എത്രയാണെന്നുള്ളത് അവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 280 കൊടുക്കാൻ പോകുന്നത്. അതിന് തൊട്ട് താഴെ സെൽ പ്രൈസ് എന്ന് കാണാം. അവിടെ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റേറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാൻ അവിടെ 300 കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ നെറ്റ് PNL എന്ന് കാണിക്കുന്നതാണ് 1866 രൂപ. അതായത് ഞാനിവിടെ 280 രൂപയ്ക്ക് 100 സ്റ്റോക്ക് വാങ്ങിച്ചിരുന്നു. ആ വാങ്ങിച്ച സ്റ്റോക്ക് 300 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, അതായത് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1866 രൂപയാണ്. ടാക്സ് പിന്നെ ചാർജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴേക്ക് ആ ആരോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചാർജസ് കാണാൻ സാധിക്കും. ഇത്രയും രൂപയാണ് എനിക്ക് ഓൾറെഡി എല്ലാ ടാക്സും മറ്റേ ചാർജസും എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത്.